ഞങ്ങളൊരു ആക്ച്വലി ഒരു കോമൺ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കസിനാണ് ശില്പ ആക്ച്വലി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതും ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് കല്യാണം കഴിച്ചു. അതാണ് ചുരുക്കത്തിൽ കഥ. ഞാൻ പറഞ്ഞ ഒരാളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശില്പ ആരാന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരാളെന്ന് പറഞ്ഞു. ശില്പക്ക് ക്യൂരിയോസിറ്റി. ശില്പ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രപ്പോസ് ചെയ്ത് ഓഗസ്റ്റ് 25-ന് 2023. ഇപ്പൊ 26 മെയ് 31 കല്യാണം കഴിച്ചു. അത്ര കാർത്തികിന്റെ നല്ല സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ് ആയിട്ട് എനിക്ക് ഒട്ടും ഇല്ലാത്ത ശീലങ്ങളാണ് അവന്റെ നല്ല സ്വഭാവങ്ങൾ. അതായത് ഒരു എന്താ പറയുക, കൃത്യമായിട്ട് ഒരു 9 to 5 ജോബ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടെ ഓരോ കാര്യങ്ങൾ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, പിന്നെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിൽ ഇപ്പം അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കൺസിസ്റ്റന്റ് ഒരുപാട് ആളുകളിലേക്ക് ഇന്ററാക്ട് ചെയ്യാന്നുള്ളത് ഇത് എനിക്കൊട്ടും പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ റിലേഷൻ തന്നെ ഇവന്റെ ആദ്യത്തെ പ്രണയമാണ്. അത് ഞാൻ മൈൻഡിൽ ആദ്യം വിചാരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സാധാരണ എല്ലാ മനുഷ്യർക്കും ഒരു റിലേഷൻ ഉണ്ടായി ആദ്യത്തെ ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ച് പ്രണയത്തിന്റെ പല കാര്യങ്ങൾ മനസ്സിലായിട്ടായി അവർ ഇതിലേക്ക് വന്നത്. പക്ഷെ ഇവന്റെ ആ സെലക്ഷൻ തന്നെ കറക്റ്റ്, അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു കോയിൻസിഡൻസ്. കുടുംബത്തിലെ നല്ല കുട്ടിയാണ്, തെറ്റാത്ത ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, അതാണ് സത്യം പറഞ്ഞത്. അവന്റെ ഫസ്റ്റ് റിലേഷൻ ആണെന്ന് ഇവനിപ്പോ പറയുമ്പോഴാണ് അറിയുന്നത്. അത് തന്നെ മാരേജിലൊക്കെ എൻഡ് അപ്പ് ചെയ്യാന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര റയറാണ്. റിയലി ഹാപ്പി ഫോർ ഹിം. ഇന്ന് സ്റ്റേജിലാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇപ്പൊ അപ്പൂന് തന്നെ തോന്നിപ്പോയി ഒന്ന് കല്യാണം കഴിച്ചാലോ. അതൊക്കെ വളരെ റയറായിട്ടുള്ള. ഈ കല്യാണം കണ്ടപ്പോ എനിക്ക് ഇത് കണ്ട കല്യാണം കൊതിയായി പോയി. അത്രയും അല്ല ആ ഒരു എനർജി വൈബ് കണ്ടപ്പോ. പറയട്ടെ, എനിക്ക് തോന്നുന്നു വെഡിങ് പ്രിപ്പറേഷന്റെ ഈ ഒരു 1 വീക്ക് ആയിരുന്നു കുറച്ചും കൂടി നമ്മളെല്ലാവരും കൂടെ ക്ലോസ് ആയി തോന്നുന്നു അല്ലെ. കുറച്ചും കൂടി എല്ലാവരും ഡാൻസിനായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ 1 ഡേ പ്രാക്ടീസ് ആണെങ്കിലും ആ ഒരു 1 ഡേ പോലും ഉണ്ടായെന്നറിയില്ല. നൈറ്റ് പ്രാക്ടീസ് ആയിരുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എല്ലാവരുടെ എഫേർട്ട് ഇട്ടപ്പോൾ അതെല്ലാം നമ്മുടെ ശില്പചേച്ചിക്കാൻ വേണ്ടി ഓർക്കുമ്പോൾ സന്തോഷം. അതുപോലെ തന്നെ നല്ല വൈബ് ഒരു ചേട്ടനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ അങ്ങനെ ഒരു പുള്ളിനെ അളിയനെ കിട്ടിയതിൽ ഞങ്ങൾ എല്ലാവരും വളരെ വളരെ സന്തോഷിക്കുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് ശില്പ ആൻഡ് കാർത്തിക്. ஆசை முகம் உனக்காக
ഓക്കെ, പറയാൻ വിട്ടുപോയൊരു കാര്യം, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ലെൻസ് ക്രാഫ്റ്റിൻ്റെ ഡെഡിക്കേഷൻ. കാരണം ജിബിൻ ചേട്ടനും ഫ്രണ്ട്സും ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്ര നല്ല ഫോട്ടോസും കാര്യങ്ങളും, ചേട്ടൻ എൻഗേജ്മെൻറ്റ് സേവ് എല്ലാം കറക്റ്റ് നല്ലോണം ചെയ്തു. അത്രയും നല്ല ഫോട്ടോസുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ്. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഓരോ ഫ്രണ്ട് ചേട്ടനെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇനിയും നല്ല വർക്കുകൾ കിട്ടട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും സന്തോഷമായിട്ട്. താങ്ക് യു ജിബിൻ ചേട്ടൻ ഫ്രണ്ട്സ് ലെൻസ് ക്രാഫ്റ്റ്.